രഞ്ജുവാണ് ഈ ടൂസംബറിലേക്ക് സ്വാഗതം. വിദേശയാത്ര പോകുന്ന നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടിപ്സാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബാലി വിസയെ പറ്റിയാണ്. ബാലി വിസ നമുക്ക് ഓൺ അറൈവൽ ചെന്നാലും കിട്ടും, അതേപോലെ ഓൺലൈനിൽ പ്രയർ നമുക്ക് എടുക്കാൻ പറ്റും. ഏതെടുക്കണമെന്നാണ് ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത്. ഓൺലൈൻ വിസ നേരത്തെ പ്രയറായിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് നോക്കാം. ബാലി എയർപോർട്ട്, DPS എയർപോർട്ട് നമ്മൾ അറൈവലായി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുന്നവർ മിക്കവാറും എല്ലാവരും ഈ ഓണറൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വളരെ ലോങ് ക്യൂ ഉണ്ടാവും. അവിടെ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു ഹാഫ് ആൻ അവർ മിനിമം നമുക്ക് പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രയറായിട്ട് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അവിടെ എത്തിയിട്ട് കാണിച്ചിട്ട് അടുത്ത പ്രൊസീജിയറിൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റും. നമുക്ക് മിനിമം ഒരു ഹാഫ് ആൻ അവർ അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഈ ഹാഫ് ആൻ അവർ നമുക്ക് എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർത്തായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പോകുന്ന മിക്കവാറും ഉബുഡൂലായിരിക്കുമല്ലോ. ഉബുഡൂർ പോകുമ്പോൾ ഒരു തെലുങ്കാന വാട്ടർഫാൾ എന്നൊരു വാട്ടർഫാൾ ഉണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റെയറൊക്കെ കയറിയിട്ട് വാട്ടർഫാളിൻ്റെ അടുത്ത് വരെ പോയിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ല സ്റ്റെയർ കയറാൻ, അതായത് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവരാണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒമ്മ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിനകത്ത് കയറുമ്പോൾ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ വാട്ടർഫാളിൻ്റെ അടുത്ത് വരെ മുകളിൽ പോയിരുന്നിട്ട് അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിക്കാം. വളരെ റീസണബിളാണ്. ഒരു $3 വരുന്നുള്ളൂ ഒരു കോഫിയൊക്കെ കുടിക്കാനായിട്ട്. അവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഡെസ്റ്റിനേഷനിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രയറായിട്ട് വിസയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ടൈം സേവ് ചെയ്താൽ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും വിസ പ്രയറായിട്ട് എടുത്തിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വിസ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പേ വിസ എടുക്കാനുള്ള ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ്. ഒബിയസ്ലി പാസ്പോർട്ട് മിനിമം 6 months വാലിഡിറ്റി വേണമെന്ന് എപ്പോഴും പറയാറുണ്ടതുപോലെ ആ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് അഡ്രസ് പേജും സ്കാൻ ചെയ്ത് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഒബിയസ്ലി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ സോഫ്റ്റ് കോപ്പി ഉള്ള ഫോട്ടോ, സ്റ്റുഡിയോ കോപ്പിയാണ് ആവശ്യം. അതായത് നമ്മുടെ ഹാർഡ് കോപ്പി എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ സോഫ്റ്റ് കോപ്പി തന്നെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിൻ്റെ ഫുൾ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിയൽ ടൈം അപ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് കൺഫർമേഷൻ മെയിലും അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് വിസ ഉണ്ടാവും. അതെടുത്ത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ടൂർ ഏജൻസിനെ സമീപിച്ചാൽ വളരെ റീസണബിൾ റേറ്റിൽ ഇത് പ്രയറായിട്ട് എടുത്ത് തരും. അപ്പോൾ ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നു, സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രയർ വിസ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.